ജാസ്മിൻ ലൈവില് ജിൻഡോനെ വിളിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ജിൻഡോന്റെ അടുത്ത് സംസാരിക്കാനുണ്ട് പകലുണ്ടായ കാര്യങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞാണ് ജാസ്മിൻ അവിടെ ജിൻഡോന്റെ അടുത്ത് വിളിച്ചിരുന്ന് സംസാരിക്കുന്നത്. ജാസ്മിൻ ചോദിക്കുന്നത് മറ്റൊന്നല്ല, ജനാധിപത്യപരമായിട്ട് താങ്കൾ ഒരു ക്യാപ്റ്റനാണ്, എന്തുകൊണ്ട് എല്ലാവർക്കുമായി നിലകൊണ്ടില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ ചോദ്യം. ആ സമയത്ത് അവിടെ ഗബ്രി വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ബാത്റൂമിൽ പോകണം, ഒന്ന് റൂം തുറക്കാൻ പറ്റുമോ, പവർ ടീമിനോട് സംസാരിക്കാൻ പറ്റുമോ, ഞങ്ങളല്ലേ ക്യാപ്റ്റനെ വിജയിപ്പിച്ചത് എന്ന് ചോദിച്ച സമയത്ത് അവിടെ ക്യാപ്റ്റൻ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, നീ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് 11 വോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ, അവരാണ് എനിക്ക് വോട്ട് ചെയ്തത് എന്നൊരു കാര്യം, ഒരു മണ്ടത്തരം ജിൻഡോ അവിടെ പറഞ്ഞിരുന്നു. ആ മണ്ടത്തരമാണ് ഇപ്പൊ ജാസ്മിൻ അവിടെ ചോദ്യം ചെയ്യുന്നത്. എലക്ഷനിൽ നിന്നിട്ട് ഒരാൾ വിജയിക്കുന്നുണ്ട്, വിജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ MLA മന്ത്രി ആവുന്ന സമയത്ത് എല്ലാവരും വോട്ട് ചെയ്തിട്ടല്ല ആ വ്യക്തി അവിടുത്തെ MLA മന്ത്രി ആവുന്നത്. അപ്പൊ പക്ഷേ അവിടെ സേവിക്കേണ്ട സമയത്ത് എല്ലാവരെയും ഒരുപോലെ സേവിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പവർ ടീമൊക്കെ രാവിലെ തന്നെ ഒരു കോർട്ട് റൂം തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചു ജാസ്മിന്റെ കാര്യത്തിൽ. അതായത് ജിൻഡോയും ജാസ്മിനും തമ്മിലുണ്ടായിരുന്ന വഴക്കിന്റെ പേരിൽ കാലിൽ വാരി നിലത്ത് അടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷയത്തിൽ. അപ്പൊ എന്തുകൊണ്ട് ഗബ്രിയുടെ വിഷയം വന്ന സമയത്ത് അത് കോർട്ടിലേക്ക് കൊണ്ടുപോയില്ല? അതെന്തുകൊണ്ട് കോർട്ടിലേക്ക് കൊണ്ടുപോകാതെ അപ്പൊ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു? അതെന്താണ് രണ്ടുപേർക്കും രണ്ട് വിധിയും ന്യായവും തീരുമാനിക്കുന്നത് എന്നാണ് ജാസ്മിന്റെ ചോദ്യം. പക്ഷെ ജിൻഡോയ്ക്ക് അവിടെ പറയാനായിട്ട് കൃത്യമായ ഉത്തരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജിൻഡോയെ വിളിച്ച് ജാസ്മിൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സിബിനും പവർ ടീമും അപ്പുറത്തിരിപ്പുണ്ട്. അവർക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് ജിൻഡോ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ച് പിന്നെ ജാസ്മിൻ ഒന്ന് കളിയാക്കി വിടുകയും വേണം അവർക്ക്. അവരവിടെ ഇരുന്ന് ഓളിടായിരുന്നു, ഭയങ്കരമായിട്ട് ഓളിയിട്ട് സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യ പവർ ടീം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ജിൻഡോ ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും സ്നേഹമുള്ള നിന്റെ ഗബ്രി, ഇത്രയും ഭാര്യയാണ് ഭർത്താവാണ് അമ്മയാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ഗബ്രി എന്തുകൊണ്ട് നിനക്ക് റൂം തുറക്കാൻ വേണ്ടി ക്ഷമ പറഞ്ഞില്ല? നിനക്ക് എന്തുകൊണ്ട് അവനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല? എന്തിനെ നീ ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊരു ചോദ്യമാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് അബിയും ഉണ്ടായിരുന്നു ആ സമയത്ത്, അവിടെ അബിയും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഉത്തരമൊന്നും പറയേണ്ടി വന്നില്ല. അതിന് മുമ്പ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പവർ ടീം അതുപോലെ കിടന്ന് അവിടെ ഓളിയിട്ട് കളിയാക്കായിരുന്നു, 4 മടക്കി കൈ വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കളിയാക്കി കൊല്ലായിരുന്നു ജാസ്മിനെ. അപ്പൊ ജിൻഡോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പൊ ജാസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു, ഇതാണ് എല്ലാവരും കൂടി കൈയൊഴിഞ്ഞാലും എത്ര ഇതായാലും ജാസ്മിൻ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ അവിടെ നിന്ന് പോയത്. ജാസ്മിൻ പറയുന്നതിൽ പോയിന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ജാസ്മിന്റെ പോയിന്റുകൾക്ക് വാല്യൂ കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ ജാസ്മിൻ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ജാസ്മിനെ ഇതുപോലെ തുടക്കം മുതൽ നന്നായി കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്മിനെ ഏറ്റവും നല്ല ഗെയിമറായിട്ട് അവിടെ നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഗബ്രിയുമായിട്ടുള്ള ആ കൂട്ടുകെട്ട് വന്നതോടുകൂടി ജാസ്മിന്റെ വാല്യൂ മൊത്തം പോയി. അതുകൊണ്ട് തന്നെ ആർക്കും ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള അവസ്ഥയാണ്.